ഹരേ കൃഷ്ണ. ഇന്ദ്രജിത്തിന്റെ ഭാര്യ സുലോചന ആത്മാഭൂതി ചെയ്യുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. തന്റെ പ്രാണപ്രിയന്റെ ഛേദിക്കപ്പെട്ട തൃക്കരം കണ്ട് പൊട്ടിക്കരഞ്ഞ സുലോചന രാവണ സന്നിധിയിലെത്തി. ഭർത്തവിയോഗ ദുഃഖത്താൽ വിലപിക്കുവാൻ തുടങ്ങി. മകന്റെ മരണവാർത്ത അറിഞ്ഞു മനസ്സ് വേദനിച്ച രാവണൻ പുത്രവധുവിനോടും നീരസമായി പെരുമാറി. സുലോചന അനന്തന്റെ മകളായിരുന്നു. സുലോചനയുടെ ഭർത്താവായ ഇന്ദ്രജിത്തിനെ നിഗ്രഹിച്ചത് ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണനായിരുന്നല്ലോ. ഈ രഹസ്യം പിതാവിനെയും പുത്രിയെയും ഓർമ്മിപ്പിക്കണമെന്ന് ശ്രീരാമൻ നിശ്ചയിച്ചു. തന്റെ ഭർത്തു ശിരസിനായി രാമദേവ പാദങ്ങൾ വന്ദിച്ച സുലോചന അനന്തന്റെ അംശമായ ലക്ഷ്മണനെ സമീപിച്ച് തന്റെ വിവാഹ സമയത്ത് അനന്തൻ കൊടുത്ത മോതിരം കാണിച്ചു. അത് കണ്ട് ലക്ഷ്മണൻ ദുഃഖിക്കുകയും സുലോചനയോട് പുത്രി നിർവിശേഷമായ വാത്സല്യം തോന്നുകയും ചെയ്തു. അതുമൂലം ലക്ഷ്മണന്റെ കണ്ണുകളിൽ നിന്നും അശ്രുകണങ്ങൾ ഒഴുകി. സുലോചനയാകട്ടെ പിതൃപാദ പത്മങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് തേങ്ങിക്കരഞ്ഞു. ബന്ധങ്ങളുടെ ബന്ധങ്ങളിൽപ്പെട്ട് മനസ്സുരുകി വിലപിക്കുന്ന അനന്തരാജപുത്രിയും രാക്ഷസകുല രാജകുമാര പത്നിയുമായ സുലോചനയെ കണ്ട് മന്ദഹാസം തൂകിയ രാമദേവൻ ഇരുവരെയും ദുഃഖങ്ങൾ അകറ്റി അവരെ അനുഗ്രഹിച്ചു. അതോടെ ഇന്ദ്രജിത്തിന് സ്വർഗാരോഹണവും സിദ്ധിച്ചു. പതിവ്രതയായ സുലോചന തന്റെ ഭർത്താവിന്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു. പ്രിയപുത്രനായ ഇന്ദ്രജിത്ത് യുദ്ധക്കളത്തിൽ മരിച്ചു വീണതറിഞ്ഞ് രാവണൻ ബോധം കെട്ട് നിലം പതിച്ചു. എന്നാൽ ഏറെ നേരം കഴിയും മുൻപ് തന്നെ രാവണൻ ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് രാവണന് വീണ്ടും വിചാരമുണ്ടായി. പുത്രവിയോഗം രാവണനെ കൂടുതൽ ദുഃഖിതനാക്കി. ഓർക്കും തോറും അയാൾക്ക് ദേഹം തളരുന്നത് പോലെ തോന്നി. വിശ്വവിശ്രുതനായ എൻ്റെ മകൻ വെറും ഒരു മനുഷ്യ പുഴുവിൻ്റെ കരത്താൽ മരിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ മകനെ കൊന്ന ആ ദുഷ്ടന്മാരെ ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ ഓരോന്നും പറഞ്ഞു ദശമുഖൻ വിലപിക്കുവാൻ തുടങ്ങി. എൻ്റെ പൊന്നുമകനെ, എൻ്റെ പ്രിയപുത്ര, നീ ആയിരുന്നല്ലോ എൻ്റെ ഏക പ്രതീക്ഷ. ആ നീയും ഇപ്പോൾ എന്നെ വിട്ടുപോയിരിക്കുന്നു. ഞാനിതെങ്ങനെ സഹിക്കും മകനെ? പെട്ടെന്ന് രാവണന്റെ കോപം കത്തിക്കാളി. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആരെവിടെ? രഥവും ആയുധങ്ങളും ഒരുങ്ങട്ടെ എന്ന് കൽപ്പിച്ചിട്ട് രാവണൻ തൻ്റെ അരയിൽ തിരികെയിരുന്ന വാൾ വലിച്ചൂരിയെടുത്തു. അതും കയ്യിൽ പിടിച്ചുകൊണ്ട് സംഹാരരുദ്രനെ പോലെ അശോകവനിയിലേക്ക് ചെന്നു. ഹരി